അങ്ങനെ ഒരു നെഗറ്റീവിന്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല ഞാൻ. എനിക്കങ്ങനെ ഞാൻ പേടിയുള്ള ആളാണോ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വരെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഹൊറർ മൂവീസാണ്. ഞാനൊരു 2016 ആ ടൈമിലൊക്കെ എയർപോർട്ടിൽ ഉണ്ടാകുന്ന ടൈമിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളത് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രായത്തിൻ്റെ ഫിലിം തന്നെയാണ് ഇംഗ്ലീഷ് തന്നെ കണ്ടായിരുന്നു. ഇംഗ്ലീഷിലുള്ള ഫുൾ പ്രായത ഫിലിമുകൾ തന്നെ ഞങ്ങൾ കണ്ടായിരുന്നത്. എനിക്കങ്ങനെ പേടിയുള്ള ടൈപ്പോ അങ്ങനെ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളോ അങ്ങനെ ഒന്നുമല്ല. പറയുമ്പോൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആവശ്യത്തിന് എനിക്കൊരു ദിവസം തീരെ ഉറക്കം കിട്ടാണ്ടായപ്പോൾ ഞാൻ ആ സാധനം അത് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാൻ അവിടെ നിന്ന് പോയി എടുത്തു കൊണ്ടുവന്നു ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ കത്തിച്ചു. 2 ഡേയ്സിൻ്റെ ഉള്ളിൽ പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ കൊണ്ടുപോയി അത് കത്തിച്ചു. അതൊരിക്കലും ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടി അങ്ങനെ ഒന്നല്ല. ഞാൻ ആ ഒരു സംഭവം നടക്കുന്ന ഒരു 1 വീക്ക് ഞാനൊരു വീഡിയോ പോലും എടുത്തിട്ടുണ്ടാകില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതുകൊണ്ട് ഫുൾ നെഗറ്റീവ് എനർജി ആയിരുന്നു. വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ മൈൻഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്കിത് ഫുൾ നെഗറ്റീവായിട്ടാണ് തോന്നിയിട്ടുണ്ടാകുന്നത്. അത് ഇതിൻ്റെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്ന എൻ്റെ മൈൻഡിന് തോന്നി. അല്ലാതെ ഒരിക്കലും വേറൊരാൾ പറഞ്ഞു തന്നിട്ടോ ഞാൻ എൻ്റെ അത് വാങ്ങിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഞാൻ വാങ്ങുന്ന ആ ഒരു ടൈമിൽ വാങ്ങിയതിൻ്റെ പിറ്റത്തെ ആഴ്ച എന്താണെന്ന് തോന്നുന്നു അവൾ വാങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കമ്പയർ ചെയ്തിട്ടാന്നുള്ളതൊന്നും ഇതിനെ വെച്ചിട്ടാന്നുള്ളതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടായി, അതിനുശേഷം ഇഷ്യൂ ഉണ്ടായി. അതൊരിക്കലും ഇതുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മേ ബി ആ ഒരു സംഭവം നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളേക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ കുറേ യൂട്യൂബിൽ വേറെ കുറേ വീഡിയോസ് കണ്ടത്. അപ്പം ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഞാനല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പോൾ അവരെല്ലാം പല ഇൻസിഡൻസ് ആണ് പറയുന്നത്. ചില സമയത്ത് ചില സൗണ്ടുകൾ കേൾക്കുന്നു. പല വീഡിയോസിലും പലതുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല. എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ആരുടെയും കമ്പയർ ചെയ്തിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി, അതുപോലെ എൻ്റെ വണ്ടി, എൻ്റെ മനസ്സമാധാനം, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ചിലവ് പറയില്ലേ നമുക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ മഞ്ഞപ്പിത്തമായിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഒരു സംഭവം ഉണ്ടായി അപ്പം അതുകൊണ്ട് ബാക്കി നടക്കുന്നതെല്ലാം അതിനെ കണക്ട് ചെയ്ത് പറയേണ്ട എന്തെങ്കിലും ആവശ്യം തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒറ്റയടിക്ക് ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് ഫുൾ ഡാർക്കായി, ഫുൾ വൈറ്റായി. അപ്പോൾ പിന്നെ എനിക്ക് ആ ഫോണെ ഉപയോഗിക്കാനേ പറ്റുന്നില്ല. കാരണം ഇനി ഞാൻ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ പോയാലോ, ഡിസ്പ്ലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30+ എന്തോ ആണ് ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചാർജ് വരുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ്, അതായത് എൻ്റെ സാലറി ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്തുള്ള സേവിങ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 30+ കൂടിയും എനിക്ക് ആഡ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഞാൻ കുറേ ഡൗൺ ആയിട്ടിരുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ പോയിട്ട് ഫോണ്, അപ്പം തന്നെ അല്ല, ഒരു 2 ഡേയ്സിൽ തന്നെ ഞാൻ പോയിട്ട് ആ ഫോൺ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ ഞാൻ പോയി അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എൻ്റെ ലൈഫിൽ വരുന്ന ചെറിയ നെഗറ്റീവ് സൈഡുകളാണ്. അത് ഞാൻ ഒരിക്കലും ഇതിനെ കണക്ട് ചെയ്ത് പറയില്ല. ഈ ഒരു സംഭവം വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടായി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിന് മുന്നേ നിനക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ കുറച്ചൊരു 2 ഇയേഴ്സിൻ്റെ അടുത്തേക്കായിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ളത് എൻ്റെ കയ്യിലുണ്ടാവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്കതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കത് ഓവർകം ചെയ്ത് പോകാൻ പറ്റാതായപ്പോഴാണ് ഞാൻ എൻ്റെ തോട്ട്സ് മാറ്റിയത്. കാരണം എന്താ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്, അതായത് അതിന് ശേഷം എനിക്കൊരു ഒറ്റ പോസിറ്റീവ് തിങ്സ് പോലും നടന്നിട്ടില്ല. ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഞാൻ ഒരിക്കലും അതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണമെന്നോ അല്ല ഇതിൽ നിന്ന് ഒരു റവന്യൂ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് ഈ വീഡിയോ ഇട്ടിട്ട് ഇതിങ്ങനെ 100K വ്യൂസൊക്കെ ആയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടല്ല എൻ്റെ കസിനാണ്, അവളോട് ചോദിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്നെ എടുത്തത്. അവൾ യൂട്യൂബ് ചാനൽ എടുത്തതിന് ശേഷം അപ്പോൾ അവൾ എൻ്റെ അടുത്ത് നീ വെറുതെ ഇരിക്കുകയല്ലേ, നീ എടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത്. അത് ഞാനും കുട്ടിയും ഉള്ള വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം. ഒരിക്കലും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററോ എങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത് പോലും എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാനറിയില്ല. എന്ത് ടൈപ്സ് വീഡിയോസാണ് ഞാൻ എടുക്കുക എന്നുള്ളത് അറിയില്ല. എനിക്കിഷ്ടം
കുറച്ച് ഹൊറർ സ്റ്റോറീസ്, അതുപോലെ തന്നെ മിസ്റ്ററി തിങ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പച്ചവെള്ളം കഴിച്ചാൽ പോലും തടിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡ് വ്ളോഗ് ചെയ്യാനും പറ്റില്ല. പിന്നെ ട്രാവൽ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് വിടാത്തതുകൊണ്ട് എനിക്ക് ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് കണ്ടന്റാണ്, എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവും എന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 3-4 ദിവസം വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അന്ന് എടുത്തു വെച്ച വീഡിയോസാണ് ഷെഡ്യൂൾ ചെയ്ത് ഇട്ടായിരുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ, അതായത് നിങ്ങളെ ഇപ്പൊ ഞാൻ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്നു എന്ന രീതിയിൽ ഒരിക്കലും അല്ല. ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് വരുന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുണ്ടായ ഒരു ഇഷ്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ അതിൽ നിന്ന് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നോർമലി എൻ്റെ വീഡിയോസ് മാക്സിമം കൂടി കഴിഞ്ഞ ഒരു 1000-1200 ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ എത്തുന്നു. കാരണം യൂട്യൂബിന്റെ അൽഗോരിതം എന്താണ്, യൂട്യൂബിൽ എന്താ നടക്കുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയാൻ, അതായത് ഞാൻ 1 month അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് എങ്ങനെയാന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള, ഇനിയിപ്പോ ജോലി പോയി എന്ന് പറഞ്ഞതും വണ്ടി പോയി എന്നുള്ളതും അതൊക്കെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. കാരണം എൻ്റെ വർക്ക് പോയിട്ടിപ്പോ എൻ്റെ അനിയൻ പോകുന്നതിന് മുന്നേ, എൻ്റെ അനിയൻ മസ്കറ്റിലായിരുന്നു. അവൻ പോകുന്നതിന് മുന്നേ ജൂലൈ 20th അവൻ പോയത്. അതിന് മുന്നേ എൻ്റെ വർക്ക് നിന്നിട്ടുണ്ട്. അതുവരെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അതിന് മുന്നേ എൻ്റെ വർക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ഒരു ജൂലൈ 10th ആ ഒരു ടൈമിലൊക്കെയാണ് ലബൂബിനെ വാങ്ങിയത്. ലബൂബിനെ വാങ്ങിയോണ്ടാണ് ഒരിക്കലും ജോലി പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് നടന്നിട്ടുള്ളതെല്ലാം നെഗറ്റീവ് തിങ്സ് ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തോട്ടിൻ്റെ പ്രശ്നമായി, എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമായിരിക്കും, ഓക്കെ. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യം ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയതിനു ശേഷം ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 21 എനിക്കൊരു, കഴിഞ്ഞ വർഷം കേട്ടോ, ഇപ്പോൾ 1 year ആകുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് നടന്നത്. അതൊരു വലിയ ആക്സിഡന്റ് ആയിരുന്നു. എനിക്ക് വലിയ പരിക്ക് അങ്ങനെയല്ല, പക്ഷെ എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയപ്പോൾ അന്ന് ഞാൻ ഇൻഷുറൻസ് ക്ലെയിമിന് കൊടുത്തിട്ടില്ല. ഇതുവരെ എനിക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിമിന്റെ പേപ്പർ കിട്ടിയിട്ടില്ല, അതായത് ക്ലിയറൻസ് വന്നിട്ടില്ല. പക്ഷെ ഒരു 3 days മുമ്പ് എനിക്ക് ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലെയിം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നാള് ഞാൻ അതിന്റെ പിന്നെ ഒരു 10 വട്ടെങ്കിലും ഞാൻ RTOയിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഇത് ഓക്കെ ആവാത്തതുകൊണ്ട്. ഇത്രയും നാള് നോക്കിയിട്ട് നടക്കാത്ത ഈ ഒരു ലബൂബ് കത്തിച്ചതിന് ശേഷം എനിക്ക് പോസിറ്റീവ് വന്നു എന്ന് പറയുന്നത് ഞാൻ അതാണ്. കാരണം അതിനുശേഷം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഞാനത് നടന്നു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 days മുന്നേ തന്നെ ഈ ഒരു RTO വിളിക്കുന്നതിന്റെ തലേദിവസം തന്നെ എൻ്റെ ജോബ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ജോബിന് ഞാൻ നാളെ മുതൽ ഓണത്തിന്റെ പിറ്റത്തെ ദിവസം മുതൽ കയറുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ മൈൻഡിലെ നെഗറ്റിവിറ്റി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അതായത് ഈ ലബൂബിനെ കത്തിച്ചു എന്നുള്ളതുകൊണ്ട് എൻ്റെ മൈൻഡിലെ നെഗറ്റിവിറ്റി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് പോസിറ്റീവ് തിങ്സ് അട്രാക്ട് ചെയ്യുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഇതിനെ കത്തിക്കുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവും ഇതിനെ കത്തിച്ചതിന് ശേഷം ഒരു പോസിറ്റീവാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഈ ഫോണിന്റെ ഡിസ്പ്ലേ പോയതാന്ന് വെച്ച് കഴിഞ്ഞാലും, ജോലിയാണെങ്കിലും വണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാം എനിക്കത് കണക്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ കേൾക്കുന്നവർക്ക് അത് കണക്റ്റഡ് ആയി തോന്നണമെന്നില്ല. ഇനിയിപ്പോൾ സ്റ്റോറി പറയാൻ, ഇപ്പൊ ഞാൻ എൻ്റെ ജോലി ശരിയായതാണെങ്കിലും എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളാന്ന് വെച്ചാൽ, എൻ്റെ വണ്ടി ടോട്ടൽ ലോസ് ആയെന്ന് പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വേറൊരു വണ്ടി തൽക്കാലത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ നാളെ വണ്ടി വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 weekന്റെ ഉള്ളിൽ വണ്ടി കൊണ്ട്. അപ്പൊ എനിക്ക് പുറത്തേക്ക് പോവാം. എൻ്റെ കൈക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആക്സിഡന്റിൽ എനിക്ക് കാണുന്നത്. അപ്പൊ എനിക്ക് ബസ്സിന്റെ കമ്പി പിടിച്ചിട്ട് അധികം ഞണ്ടാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടി കൊണ്ടുപോയി. അതായത് August 1 തന്നെ വണ്ടി കൊണ്ടുപോയി. അപ്പൊ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാം കൊണ്ടും തടസ്സം. കയ്യിലുള്ള സേവിങ്സ് പോകുന്നു, പുറത്തേക്ക് പോകാനൊരു വണ്ടിയില്ല, ബസ്സിൽ പോകുമ്പോൾ എനിക്ക് കയ്യിലുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ആകെ നെഗറ്റീവ് അങ്ങനെ വന്നു തുടങ്ങിയതാണ്. അങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ജോലി ശരിയാവാത്ത കാര്യം കൂടി ആയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി മൈൻഡിൽ കയറിയത്. പിന്നെ എനിക്ക് അറ്റ് ലാസ്റ്റ് സിറ്റുവേഷൻ എത്തി. അതായത് ലബൂബിനെ ഞാൻ കത്തിക്കാൻ വേണ്ടി വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ വരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട്. എനിക്ക് നമ്മൾ ഓവർ തിങ്ക് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ച് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി. കാരണം
എൻ്റെ ചുറ്റും എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതെനിക്ക് നശിപ്പിക്കണം അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ലബൂബിനെ കത്തിക്കാൻ വരുന്നത്. ഇനി ഞാൻ എൻ്റെ വന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ നോക്കിയിട്ട് അതിലുള്ള ആൻസർ ഞാൻ കുറേയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിലൊന്നും വിശ്വസിക്കാത്ത എന്നെ പോലെയുള്ള ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഈ ഒരു സീൻ നടക്കുന്നത് വരെ എല്ലാ കമൻസിൻ്റെ ഇടയിലും പോയിട്ട് എനിക്ക് ലബൂബുണ്ട്, എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല, അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ ആളാണ്. പലതരത്തിലും ഞാൻ നെഗറ്റീവായിട്ട്, അതായത് നമുക്കൊരു അനുഭവം വരുന്ന വരെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് മറ്റുള്ളവർ പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും ഓക്കെയാണ്. അതായത് ഇപ്പം പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അതായത് നമുക്കൊരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളാണ്. നമുക്കൊരു അനുഭവം വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുള്ളൂ. അത്രമാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം ഞാനും ഇതുപോലെ എനിക്ക് ഈ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷമാണ് എനിക്കതിൻ്റെ ഓരോരുത്തരെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളോടും ഇതിങ്ങനെ ആവും എന്നോ നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവും എന്നോ അല്ല പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു കാര്യം ഈ ലബൂബ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സയൻറ്റിഫിക്കലി ഇതിന് തെളിവുകളൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യം, എനിക്ക് അൺലക്കായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു. അത് ബേൺ ചെയ്തതിന് ശേഷം എനിക്ക് ലക്കായിട്ടുള്ള കാര്യങ്ങൾ നടന്നു, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാനത് ക്ലെയിം ചെയ്യല്ല ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ലിസയുടെ കാര്യം വെച്ചിട്ട്, ലിസയാണല്ലോ ഇത് കുറച്ച് അവളുടെ ഫേമസ് ആയിട്ടുള്ള ഒബ്സെഷൻ ആണല്ലോ ഈ സംഭവം. അപ്പം അതുകൊണ്ട് ഒബ്സെഷൻ വിത്ത് പോപ്പ് മാർട്ട് ലബൂബൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ അവളുടെ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. ലിസ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ്, ഒരു സീക്രട്ട് ബ്രാൻഡ് അംബാസിഡർ ആണ്. അവളടുത്ത് യൂസ് ചെയ്യുന്ന, അവൾ അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മളൊന്നും നേരിട്ട് കാണുന്നില്ല അവിടേക്ക് എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നില്ല. കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു ആ പാവ. ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും നന്നായി സംസാരിച്ചു, ബാഡ് ലക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പൊട്ട പാവയാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ വീണു. അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ടും പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ഇന്ന് പോയി പൊട്ടിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് കുറേ ചീത്ത വീഴുകയും കാശ് കാണാതാവുകയും അങ്ങനെ പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. ഇത് ഇവർ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലബൂബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പോപ്പ്മാർട്ടിന്റെ ബ്രാൻഡ് വാങ്ങുന്നുണ്ടോ, ഇവനിത് ലഫൂഫുവിന്റെ അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടോയിലേക്ക് എന്തായാലും അവർക്കൊന്നും വെച്ച് കയറ്റി, അതായത് ദുഷ്കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് അതുകൊണ്ട് നമ്മളൊരാളെ നന്നാക്കുക അങ്ങനത്തെ സംഭവമല്ല ഇതിൽ പറയുന്നത്. ആ ഒരു ഡോളിന്റെ ടെക്സ്ചർ വഴിയോ അല്ലെങ്കിൽ ആ ഒരു ഡോള് നെഗറ്റിവിറ്റി എനർജി നമുക്ക് എത്തിക്കുന്നോ അങ്ങനെ എന്താണെങ്കിലും പറയാം. എനിക്കതിനെ പറ്റിയിട്ട് ആനുകാലികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്ക് അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ലബൂബാണ്, ശൈത്താനാണ്, അതൊരു ശരിക്കും ഈവിൾ എനർജിയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുഭവം ഉള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുഭവം ഉള്ളവർ പറഞ്ഞത് കേട്ടിട്ടുള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുഭവം ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി പറയുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഇത്രയും നാളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്. നിങ്ങൾ അതൊരിക്കലും വാങ്ങരുതെന്നോ അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ളത് കത്തിച്ച് കളയണമെന്നോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായെന്ന് ചോദിച്ചിട്ട് നിങ്ങളിലേക്ക് ആ നെഗറ്റിവിറ്റി എത്തണം എന്നില്ല. കാരണം നമ്മൾ ചിലർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നെഗറ്റീവായി കേട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതെന്ന്. ഞാനിത് ജൂലൈ 1 10th ഉള്ളിൽ വാങ്ങിയിട്ടുള്ള സംഭവമാണ്. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള സീൻ ഞാൻ കേട്ടുകൊണ്ട് വാങ്ങിയിട്ടും ഇത്രയും നാളായിട്ട് എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇതെൻ്റെ മെൻ്റലി, അതായത് എൻ്റെ മൈൻഡിനെ അത്രയ്ക്കും ബാധിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. എനിക്ക് അതായത് പറയുമ്പോൾ ഓണാണ് വരുന്നത്, ഓണത്തിന് ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല. അച്ഛൻ്റെ കൂടെ പോയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എനിക്കും അവൾക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്പ്പിക്കുകയും അതുപോലെ അങ്ങനെ ഫോട്ടോസ് എടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതായത് കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും എനിക്ക് കുട്ടിക്ക് പോലും ഒന്നും വാങ്ങാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് അത്രയും സങ്കടമായി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇതിനെന്തോ ഒരു അവസാനം ഇല്ലാത്ത അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് വിചാരിച്ചത്. അപ്പോൾ പൈസയ്ക്ക് വിലയില്ലാണ്ടോ, അതായത് ആ പൈസയ്ക്ക് വല്ലവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുന്നില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നവരടുത്ത് എനിക്കൊരു കാര്യം പറയാന്നുള്ളൂ.
ഞാൻ ഒരിക്കലും ഇത് ബേൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിയതല്ല. എൻ്റെ അടുത്ത് ഈ പാവകൾ മാത്രമല്ല വേറെ ഒരുപാട് പാവകളുണ്ട്. അവരൊന്നും ഞാൻ കത്തിക്കേണ്ടി അതായത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനം പോലും ഞാൻ നശിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഈവൻ ഞാൻ വാങ്ങുന്ന ഡ്രസ്സുകളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഒന്നും ഞാൻ നശിപ്പിക്കാണ്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് വാങ്ങിയ ഡ്രസ്സുകൾ വരെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു സംഭവം നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല വാങ്ങിയത്. അതുപോലെ പൈസയുടെ വില അറിയാത്ത ആളുമല്ല. പിന്നെ ഗിവ് അവേ തരുന്ന കാര്യം ചോദിച്ചപ്പോൾ ഗിവ് അവേ ഞാൻ എങ്ങനെ കൊടുക്കുക? കാരണം എനിക്ക് നെഗറ്റീവ് കിട്ടിയ ഒരു സംഭവം ഞാൻ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാന്നുള്ളത് എൻ്റെ തോന്നലാണ്. ഓക്കെ, സംഭവിച്ചു. പക്ഷെ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുക? ഞാൻ ഇങ്ങനെയാ, അതായത് നീ കൊടുത്ത ചേച്ചി തന്ന ആ സാധനം കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്ര സീൻ ഉണ്ടായെന്ന് പറയുമ്പോൾ അതെനിക്ക് കൂടി നെഗറ്റീവ് ഉണ്ടാവുക. അതായത് എൻ്റെ മൈൻഡിനാണ് അത് നെഗറ്റീവായി ഏൽക്കുക. ഞാനത് കൊടുത്തതാണ്, എനിക്കത് അറിയണ്ട എന്ന് വെച്ചിരിക്കാനുള്ള അങ്ങനത്തെ ഒരു ശേഷിയൊന്നും എനിക്കില്ല. കാരണം ഇപ്പോൾ ഞാനത് കത്തിച്ചപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വരെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തരാറുന്നില്ല, എന്തിനാ കത്തിച്ചതെന്ന്. അത് കൊടുക്കാൻ ആളുകളില്ലാതെയല്ല, ഞാൻ എൻ്റെ കുട്ടിക്ക്, എനിക്കും എൻ്റെ കുട്ടിക്ക് എന്നുള്ള രീതിയിൽ വാങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അതായത് ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതൊന്നുമല്ല. അതുപോലെ എനിക്കത് ഇറങ്ങിയപ്പോൾ അത് ആ ട്രെൻഡിങ് ആയ ടൈമിൽ എനിക്കത് വേണമെന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു സംഭവമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് നെഗറ്റീവ് ഉണ്ടായ ഒരു സാധനം വേറൊരാൾക്ക് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടില്ല. അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എനിക്ക് തന്നെ ആയിരിക്കും ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതെ ഗിവ് അവേ ഒന്നും കൊടുക്കാഞ്ഞത്. എത്രയോ നല്ല സാധനങ്ങളുണ്ട് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് ഗിവ് അവേ കൊടുക്കുന്നത്? ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഗിവ് അവേ കൊടുക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ടെൻഷനാണ്. ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ ഈ പുറത്ത് നടക്കുന്ന ഈ കോൺഫിഡൻസ് ആ സീനുകളോണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റിവിറ്റി കയറുന്നത്. പക്ഷെ വേറെ എത്ര സാധനങ്ങളുണ്ട് ഇതുപോലെ നെഗറ്റീവായി പറയുന്ന സംഭവം. അതൊന്നും ഇങ്ങനെ നെഗറ്റിവിറ്റി, ഇത്രയും സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. വേറെ എന്ത് സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഇത് നെഗറ്റീവാന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ചിലവരിലേക്ക് അത് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അതായിരിക്കും. എനിക്ക് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും വേറെ ഒരാൾ ഇത് വാങ്ങരുതെന്നോ അല്ല ഉള്ള ആൾക്കാർ ഇത് കളയണം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നെഗറ്റീവ് കമൻറ്റ് ചെയ്തവർക്കും പോസിറ്റീവ് കമൻറ്റ് ചെയ്തവർക്കും എല്ലാവരുടെ അടുത്തും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. കാരണം നിങ്ങളുടെ ഫീലിങ്സാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഇത് കത്തിക്കുന്നതിന് മുന്നേ വരെ ഞാനും ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്താണ്, നിങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. ഞാൻ ഒരിക്കലും ഇത് നെഗറ്റീവായി എടുത്തിട്ടില്ല. നിങ്ങൾ എത്ര നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും നെഗറ്റീവായി എടുത്തില്ല. കാരണം നേരിട്ട് കാണുന്നതേ സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ ഇത് നെഗറ്റീവാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ താങ്ക്ഫുൾ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് 157 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഞാനാണ്. ഫോളോവേഴ്സ് അല്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഞാനാണ്. കാരണം യൂട്യൂബിൽ അധികം ഇല്ലാത്ത കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ തെറ്റുന്നതാണ്. അതായത് 157 വേണമെങ്കിൽ ഒരു 80 വരെ എനിക്കറിയുന്ന ആൾക്കാരായിരിക്കും. എൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെയായിട്ട് എനിക്കറിയുന്ന ആൾക്കാരായിരിക്കും. ബാക്കി അതായത് എൻ്റെ വീഡിയോസ് അങ്ങനെ ആൾക്കാർ കാണുന്ന വീഡിയോസ് അല്ല, പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാർ കാണുന്ന വീഡിയോസ് അല്ല. അതിൽ നിന്ന് ഇപ്പം ഈ 3000+ ആയി. പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സംഭവം സത്യമായിട്ട് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഇതിനു മുന്നേ ഇങ്ങനെ വീഡിയോ ചെയ്ത് പരിചയമില്ല. ഇൻസ്റ്റയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് പ്ലാറ്റ്ഫോമിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്ത് പരിചയമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ആ ന്യൂ ഇയറിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. 2.5 ഇയർ ഒക്കെ ഉണ്ടോ ഞാൻ അത് കണ്ടു തുടങ്ങി. മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ഇതിന്റെ ഇത്രത്തോളം ഇത് നമുക്ക് നമ്മളേക്ക് എത്തിക്കാം എന്നുള്ള, ഈ അട്രാക്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ സമയത്തൊക്കെ തമാശ തന്നെയായിരുന്നു. പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് എഫക്റ്റുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എഫക്റ്റുകൾ പറയാം. ആക്ച്വലി മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് പറയാനാണെങ്കിലും ഈ വിഷൻ ബോർഡ് ആയാലും വിഷ്വലൈസേഷനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും
അതൊന്നും പറയാനുള്ള അത്രയും അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയും എനിക്കിപ്പോൾ മാനിഫെസ്റ്റേഷൻ വഴി എനിക്കൊരു 1,00,00,000 രൂപ കിട്ടണം, എനിക്കൊരു വലിയ വീട് പണിയണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പണിയില്ല ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമല്ലേ നമുക്കിതൊക്കെ കിട്ടും. ഞാനിത് കുറേ ആലോചിച്ച കാര്യമാണ്. പക്ഷെ നമുക്ക് പറ്റുന്നത് ആഗ്രഹിക്കുക എന്നുള്ളത്, അതായത് നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു കാര്യം ആഗ്രഹിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഡൗൺ ആക്കുള്ളൂ. കാര്യം വലിയൊരു ആഗ്രഹത്തേക്ക് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ കൂടെയാണ് നമുക്ക് വലുതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബേസ് കിട്ടും. അപ്പൊ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ വേണം, ചെറിയൊരു കാര്യങ്ങളിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പിന്നെ ഒന്നാമത്തെ കാര്യം, ഇത് നടക്കുവോ നടക്കില്ലേ, ഇതൊക്കെ വെറുതെ ഉഡായിപ്പാണ്, പറ്റിക്കലാണ്, അങ്ങനത്തെ കുറേ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഞാൻ ഒന്നാം കാര്യം പെട്ടെന്നൊരു കാര്യം ട്രസ്റ്റ് ചെയ്യില്ല. ഞാനൊരു ഏത്തിസ്റ്റ് ഒന്നുമല്ല, എന്നാലും എനിക്ക് അധികം ദൈവവിശ്വാസങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ അനുഭവങ്ങൾ നമ്മളെ കുറെയൊക്കെ മാറ്റി ചിന്തിപ്പിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ ഞാനൊന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് ഒന്നിനും ഒരു പൈസ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. കാരണം ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്കത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഡിപ്പെൻഡന്റ് ആവുമ്പോൾ ഒരു നല്ല സീൻ തന്നെയാണത്. അങ്ങനത്തെ കുറെ ഇഷ്യൂസിൽ നിന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ട്. അങ്ങനെ കുറെ സീനുകൾ വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ പവർ എന്താന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ നടത്തണം. അതിന് ഒരു വഴിയുമില്ല. ആഗ്രഹം എൻ്റെ ഉള്ളില്, പക്ഷെ നടത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങിയത്. കാരണം ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഹോളിക്ക് നോക്കും. ഹോളിക്ക് നോക്കിയിട്ട് ഞാനിങ്ങനെ ഓക്കെ, ഞാൻ അവിടെ ബർത്ത്ഡേ കുട്ടിയുടെ കേക്ക് മുറിക്കുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ആ സാധനം ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ കാണും. 2 വീക്കോ അങ്ങനെ എന്തോ ഞാനത് ഡെയിലി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കത് വിഷ്വലൈസ് ചെയ്യും. ഞാൻ അങ്ങനെ എനിക്ക് നടത്തണത്. കാരണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാനത് വിഷ്വലൈസ് ചെയ്ത് ഞാനത് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നേക്കണത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെന്റാലിറ്റി അനുസരിച്ച് ഞാൻ അടിക്കുന്ന ഡൗണില് ആ ഡൗണിലൊന്നും ഒന്നും നടക്കൂല. അപ്പൊ എനിക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നു, എനിക്കത് നടത്തണം എന്നുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള വാശി ഞാനത് നടത്തും. വാശിയല്ല കേട്ടോ, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് എങ്ങനെയാണെങ്കിലും ഞാൻ നടത്തും. അങ്ങനത്തെ ഒരു അപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ വിഷ്വലൈസേഷന്റെ ആ ഒരു പവർ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ കുറച്ച് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നോക്കി തുടങ്ങി. കാരണം എനിക്ക് വർക്കില്ല, ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. എനിക്ക് എല്ലാറ്റിനും ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയ ആ സമയത്ത് എനിക്കൊരു വർക്കിന് കാരണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറെ ട്രൈ ചെയ്തു, കുറെ കോപ്പി പേസ്റ്റ് പരിപാടി, പിന്നെ പോലെ റൈറ്റിങ്ങിന്റെ പരിപാടി, അങ്ങനത്തെ എല്ലാം ഞാൻ ട്രൈ ചെയ്തു. ഇന്റർനെറ്റ് കാണുന്ന കുറെ കാര്യങ്ങൾ റിയൽ അല്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അറ്റ് ലാസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കൊരു വർക്ക് കിട്ടി. ആ വർക്കിൽ നിന്നാണ് ഇന്ന് വരെ ഇവിടം വരെ ഞാൻ എത്തിയത്. ഒരിക്കലും എനിക്ക് കിട്ടേണ്ട ഒരു വർക്കല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള വർക്കല്ല, എനിക്ക് കിട്ടേണ്ട ഒരു വർക്കല്ല അത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അതെങ്ങനെ എന്നിലേക്ക് വന്നു എന്നുള്ളത്, കാരണം എനിക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ വർക്ക് കിട്ടി. വർക്കിന് ശേഷം ഞാനിങ്ങനെ വർക്ക് കിട്ടുന്നത് ഇപ്പൊ 2022 ആന്ന് തോന്നുന്നു, 2023 വർക്കിന് കയറുന്നത്. അപ്പൊ എനിക്കൊരു ജസ്റ്റ് ബേസ് ആയി. അപ്പോഴും എനിക്ക് വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാളെ ബേസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ എന്താന്നുള്ളത് നമ്മൾ പറയുന്നതുകൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ ആ വിഷ്വലൈസേഷൻ ഇല്ലേ, ഒരിക്കലും എനിക്കത് കിട്ടും എന്നല്ല വിചാരിക്കുന്നത്. എനിക്കത് കിട്ടിക്കഴിഞ്ഞാലുള്ള എൻ്റെ സിറ്റുവേഷൻ, പല ആൾക്കാർക്കും കടന്നു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ സിമ്പിളായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതെനിക്ക് വിഷമില്ലാണ്ടോ അതോ ഞാൻ മനുഷ്യനില്ലാണ്ടോ അങ്ങനെയൊന്നല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു സിറ്റുവേഷനിൽ ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അതിന്റെ നഷ്ടമുള്ളൂ, വേറെ ഒരാൾക്കും അതിന്റെ നഷ്ടമില്ല. ആ പോയ ടൈം നമ്മുടെ നഷ്ടം, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരുടെ നഷ്ടം, അല്ലാതെ വേറെ ഒന്നും. മാനിഫെസ്റ്റേഷൻ വഴി തന്നെയാണ് കുറച്ച് എൻ്റെ ഉള്ളിലത്തെ വിൽ പവറിനെ കൂട്ടാനും ഞാൻ ഡൗൺ ആയ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് മുകളിലേക്ക് എത്താനും എല്ലാത്തിനും എനിക്ക് പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ഇയർ ഗ്യാപ്പിൽ ഈ 12 ഗ്രേപ്സിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവമില്ലേ, ടെക്നിക്ക്, ആ ടെക്നിക്ക് ഞാനൊന്ന് ചെയ്യാൻ വിചാരിച്ചു. ഈ 12 ഗ്രാഫിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ ഇരുന്ന് 12 മുന്തി 12 ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് കറക്റ്റ് 12 മണിയാകുമ്പോൾ കഴിക്കും. ഓരോ ഗ്രേപ്സും 12 മണിക്ക് ശേഷം ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ച് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും, ഞാൻ ഒരിക്കലും വിഷ്വലൈസ് ചെയ്ത ആഗ്രഹങ്ങളും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളല്ല, എല്ലാം ചെറിയ ആഗ്രഹങ്ങളാണ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ
12 ആഗ്രഹങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിലേക്കുള്ളതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് തരും എന്നുള്ള രീതിയിലാണ് ഞാൻ പല കാര്യങ്ങളും യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന കുറെ സിറ്റുവേഷൻ ഉണ്ടാവും. കുറെ വാക്കുകളും കുറെ പ്രവൃത്തികളും അങ്ങനത്തെയൊക്കെ. അതായത് ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തെ മാറ്റി വെക്കുക. വേറെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. ഒരിക്കലും തെറ്റായ രീതിയിലൂടെ മുന്നോട്ട് പോവുക. അങ്ങനെ ഒറ്റയടിക്ക് ഒരു ലൈഫ് മറിച്ചിടുക അങ്ങനത്തെ സംഭവം എന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അത് ഞാൻ നല്ല രീതിയിൽ ഈ ഒരു ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണം എന്നുള്ള ആഗ്രഹം, നമ്മൾ ഓവറായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ ഇയർ നമുക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. അല്ലാതെ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളത് പ്രൈവറ്റ് ആക്കി വെക്കണം എന്ന് പറയാറുണ്ട്. എനിക്കിത് കിട്ടി, ഞാനിത് വാങ്ങി, ഞാനത് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റൊരാളെ കാണിക്കും തോറും ഈവിളായി ഒരു സത്യമുള്ള കാര്യമാണ്. ഒരാളുടെ നാശം കാണാൻ വേണ്ടിയിട്ട്, ഒരാൾ നന്നായിരിക്കുന്ന സമയത്ത് ഒരാൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. എന്തെങ്കിലും പറ്റും എന്ന് പേടിച്ചിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുക തന്നെ ചെയ്യും. അത് ഏത് ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് വരുമോ ഇങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും. നമ്മൾ എന്ത് ലോവിനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ നെഗറ്റീവിനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നമ്മൾക്ക് അട്രാക്റ്റ് ആവുള്ളൂ. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലോജിക്കലി കുറെ കാര്യങ്ങൾ ചിന്തിക്കണം. നമുക്കത് പറ്റുമോ, നമുക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് പോകും കാര്യങ്ങൾ. ആ ബാലൻസിൽ നിന്ന് വേണം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടി എനിക്ക് അയാളെ കിട്ടണം, എനിക്ക് അയാളില്ലാണ്ട് പറ്റില്ല, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് നേടുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും വാല്യൂ ഉണ്ടാവില്ല. എനിക്കിതിനെ പറ്റിയിട്ട് വലിയതായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ നമ്മളെ വിഷൻ ബോർഡിന്റെ കാര്യങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആസ്തറ്റിക് പിക്ചേഴ്സ് ഒന്നും എടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ChatGPT അതുപോലെ ജെമിനി അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് ഒരു പിക്ചർ കൊടുത്തു നമ്മൾക്ക് വിഷ്വലൈസേഷൻ എങ്ങനെയാ പറ്റുന്നത് ആ രീതിയിൽ അവരൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു 12 എണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ 12 എണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഒരു കൊളാബായി ചെയ്യുക. എന്നിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത്, ചിലർ പറയും ഫോണിന്റെ വാൾപേപ്പർ ആയിട്ട് ചെയ്യാന്നൊക്കെ. ഞാനൊന്നും ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റത്തെ ദിവസം എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സംഭവം നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമുക്കത് കാണും തോറുമാണ് നമുക്കതിനെ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങൾ തോന്നുക. നമ്മളെപ്പോഴും ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോഴല്ലേ നമുക്കത് വേണമെന്നുള്ളത് തോന്നുക. അപ്പൊ നമ്മൾ ഇപ്പം കബോർഡിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അലമാരയിലൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും കാണണം. അപ്പൊ എനിക്കത് ഒന്നാമത്തെ കാര്യം എനിക്കത് വേണം എന്നുള്ളതല്ല, എനിക്കത് കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ ഒരു പ്ലേ ബട്ടൺ പിടിച്ച് നിൽക്കുന്നതാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോ ട്രിപ്പ് പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ അതിൽ കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്നുള്ള ആഗ്രഹമല്ല, നമ്മളത് നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് പ്രസന്റ് ടെൻസ് അല്ല കേട്ടോ വേണ്ടത്. ഫ്യൂച്ചറിൽ നമ്മളത് അങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ വേണം നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതായത് എന്ത് സംഭവം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും ഓക്കെ, നമ്മൾ നന്ദി, അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് അതിനുള്ള നന്ദി ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എനിക്കിത് നേടി തന്നല്ലോ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, അതും ഒരു പോസിറ്റീവാണ്. അതൊരു പോസിറ്റീവ് അട്രാക്ഷൻ ആണ്. കാരണം എന്താ ഈ യൂണിവേഴ്സിൽ ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ. സത്യമാണ് പറയുന്നത്. കാരണം ഞാൻ 2022 വരെ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടായിരുന്നു ചിന്തിച്ചിരുന്നത്. എൻ്റെ ലൈഫ് മാത്രം എങ്ങനെയായാലും എനിക്കതല്ലേ ഇതല്ലേ ഇതില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഞാൻ എന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി അന്ന് മുതൽ എൻ്റെ ലൈഫിൽ എനിക്ക് പോസിറ്റീവ് ഉണ്ടായിട്ടുള്ളൂ. നെഗറ്റീവ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ പറയും നെഗറ്റീവായിട്ട് ഉണ്ടായതാണ്. അല്ലാതെ ആക്സിഡന്റ് ഉണ്ടായതിൽ എനിക്കൊരു പോസിറ്റീവ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഓരോ ഇൻസിഡന്റും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്താണ് നമ്മുടെ ലൈഫിൽ അത് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് നടക്കുന്ന സമയത്ത് ക്ലിയർ ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഓക്കെ, ഒരു പീരീഡ് എത്തുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. എന്തായിരുന്നു അതിന്റെ പർപ്പസ് എന്നുള്ളത്, എന്തിനായിരുന്നു നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയി എന്നുള്ളത്. ഇത് ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നല്ല കേട്ടോ. ചിലർക്ക് ചില അനുഭവങ്ങൾ വെച്ചിട്ട് അത് കണക്ട് ആവും. അതുപോലെ എനിക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ ഒഴിവാക്കിയിട്ട് ഞാൻ പോസിറ്റീവിലേക്ക് നിന്നപ്പോൾ തന്നെ എൻ്റെ ലൈഫ് ഹാപ്പി.
ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക്, അതായത് നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം. പിന്നെ അതുപോലെ എപ്പോഴും നമ്മൾ ഈ നെഗറ്റീവായിട്ട് എനിക്കത് പറ്റിയില്ലോ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയില്ലോ എന്ന് ചിന്തിക്കാതെ അതൊന്ന് മാറ്റി ചിന്തിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. ഹലോ ഗൈസ്, ആക്ച്വലി വന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ്. സീസൺ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ സീസൺസും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു കണ്ടന്റ് വെക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ എത്രയൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നോട് എല്ലാവരും, എന്നെ അറിയുന്ന ആൾക്കാരെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഫുൾ ടൈം ബിഗ് ബോസ് കാണണല്ലേ, നിനക്കൊരു ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിനക്ക് ചെയ്തൂടെ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇന്നിപ്പോ ലാസ്റ്റ് ഫൈനലാണ്. ഒരുപാട് ഇഷ്യൂസ് നോട്ടിഫൈ ചെയ്യാൻ പറ്റി എനിക്ക്. അതായത് പല റീൽസിലായാലും ഷോർട്സിലായാലും അങ്ങനെയെല്ലാം വന്നിട്ട് ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് കള്ളങ്ങള്. പക്ഷെ അനുമോൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അതിലങ്ങോട്ട് നിന്ന് ഉറപ്പിക്കും. ഇപ്പൊ ഈ അഖിൽമാരാരുടെ ഒരു സീൻ നടക്കുന്നുണ്ടല്ലോ, തൊപ്പി അഖിൽമാരാർ സീൻ. ആ സീൻ പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. തൊപ്പിയുടെ ലൈവ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ തൊപ്പീനെ എനിക്ക് ഇഷ്ടമാണ്. കുറെ കാര്യങ്ങളൊക്കെ അവൻ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ അംഗീകരിച്ചിട്ട്, ഓക്കെ ഞാൻ ചെയ്ത നെഗറ്റീവുകൾ അംഗീകരിച്ച് ഇപ്പൊ പോസിറ്റീവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു തൊപ്പിയുടെ ഒരു 2 ദിവസത്തെ ലൈവ് കണ്ടപ്പോഴാണ് അനീഷേട്ടന് അവൻ അതില് വോട്ടിങ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തൊപ്പിയുടെ വീഡിയോ ഇവിടെ ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു. അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനീഷ് അവിടെ ആരുമായിട്ടും അടിയുണ്ടാക്കാനോ അസൂയക്കോ കുശമ്പിനോ ഇങ്ങനത്തെ ആൾക്കാരെ താത്തിക്കെട്ടാനോ, അനീഷ് ശത്രുക്കളോട് പോലും നല്ല രീതിയിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, വെറുപ്പിക്കാനോ ഇതാക്കാനോ പോവാത്ത ഒരേ ഒരു നല്ലവരായ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അനീഷിനെ മാത്രമേ തോന്നിട്ടുള്ളൂ. ബാക്കി എല്ലാരും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവര് ചെയ്യുന്ന എന്തിനാണ് ആൾക്കാർ കാണിക്കാൻ, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് എന്തോ ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, ഞാൻ ഷോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അനീഷ് നല്ലതാന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ അനീഷിന് ബാക്കി എല്ലാവർക്കും PR ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും PR ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ PR ഇല്ലാത്ത ഒരേ ഒരാൾ അനീഷാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, PR ഉണ്ടാവും, പക്ഷെ ഏറ്റവും കുറഞ്ഞ PR ഉള്ളത് അനീഷിനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അനീഷാണ് അവിടെ ഒരു കോമണാണ്. ഓക്കെ, ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലില് അനീഷ് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, ചില ആൾക്കാർക്ക് മറ്റേ നൂറിനെ സപ്പോർട്ട് ചെയ്യാനും അനുമോളെ സപ്പോർട്ട് ചെയ്യാനും ഓക്കെ, ബാക്കി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ, നിങ്ങൾക്ക് അവരെ പോയി സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതാണ് എൻ്റെ
സ്റ്റാൻഡ്. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, PR എന്ന് പറയുന്നുണ്ട്, അനീഷിന്റെ PR ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അനീഷിന്റെ PR ഞാൻ വാങ്ങിയെന്ന് തെളിയിക്കുവാണെങ്കിൽ ഓക്കെ, ഇപ്പൊ തെളിയിക്കണ്ടതിന് ഒരു 6 മാസം കഴിഞ്ഞോ, 1 കൊല്ലം കഴിഞ്ഞോ, 2 കൊല്ലം കഴിഞ്ഞോ, 3 കൊല്ലം കഴിഞ്ഞോ ചിലപ്പോ അനീഷ് ജയിച്ച് പുറത്ത് വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അനീഷ് ഔട്ടായാലും അനീഷ് എന്നോട് ദേഷ്യം തോന്നിയാലും എപ്പെങ്കിലും ഇത് പുറത്ത് വരുമല്ലോ. ഓക്കെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അനീഷിന്റെ 10 പൈസ ഞാൻ PR വാങ്ങി തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യും. അത് ഞാൻ ഉറപ്പ് തരാം. തൊപ്പി PR എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിക്ക് ഇത് മുന്നേ ചെയ്യായിരുന്നു. തൊപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ലൈവ് ആണെന്നാണ്, ഇത്രയും സ്ട്രീമേഴ്സ്, ഗെയിമേഴ്സ് എല്ലാവരും, സ്ട്രീം കാണുന്നവരും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നവര്, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ആളാണ്. അവൻ PR എടുക്കണമെങ്കിൽ വേണ്ട പോട്ടെ, ഒരു 2 വീക്ക് മുമ്പെങ്കിലും അവൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് നമുക്ക് PR ആണ്, അങ്ങനെ പലതും പറയാട്ടോ. അപ്പൊ അവനവൻ്റെ ഒപ്പീനിയനാണ്, അവനിഷ്ടമുള്ള കാര്യം എന്നുള്ള രീതിയിൽ. ഇതിന് പിന്നാലെ പനി പിടിച്ച് കിടക്കുന്ന ഒരാൾ വന്നു. ആളുടെ ലൈവ് കൂടി ഒന്ന് കണ്ടോക്കാം. ആളെ ലൈവ് അല്ല, ആളൊരു വീഡിയോ ഇട്ടാണ്, അതുകൂടി ഒന്ന് നമുക്ക് കണ്ടോക്കാം. തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണ് അപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR-ൻ്റെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. സത്യത്തെ മറയ്ക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതിന്റെ മുന്നത്തെ സീസണിലെ വിന്നറാണ്. അപ്പോൾ ആ ഒരാള് സപ്പോർട്ട് ചെയ്ത് വരുന്ന അഖിൽമാരാറിനെ കുറിച്ചിട്ട്, എനിക്ക് അഖിൽമാരാറിനെ ഇഷ്ടമായിരുന്നു. ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് അഖിൽമാരാറിനായിരുന്നു. എനിക്ക് ആളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് തൊപ്പി. എല്ലാവർക്കും, ഒരു വിധത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ആളുടെ ആശയങ്ങൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ആളെത്രയും വലിയ മാനിപ്പുലേറ്റർ ആണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ഇന്നലത്തെ ലൈവില് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നലത്തെ സ്ട്രീമിങ്ങിൽ നമ്മുടെ തൊപ്പി ഒന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടോക്കാം നമുക്ക്. എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ, വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഓക്കെ, ആ ഒന്ന് എനിക്കൊന്ന് കേട്ടാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് എന്താ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇയാളെല്ലാം അറിയുന്ന കാര്യമാണ്. ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇയാൾക്ക് എന്തെല്ലാം അറിയും പോലും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് കാണിക്കുക. അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറ. ആര് പറഞ്ഞു, എങ്ങനെ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി? ഓക്കെ, ആ ഒന്ന് പറ. ഇത് സംഭവം എന്താണെന്നോ, ഇവന്മാരെല്ലാം ഫീൽഡിലോട്ടാവും. ഇവന്മാരെല്ലാം പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, ശരി തന്നെയായിരുന്നു. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. ഈ ഫീൽഡ് ഔട്ട് ആകുന്ന കളവന്മാരെല്ലാം തൊപ്പിന്റെ നെഞ്ചത്തേക്കാണ്.
ഇത് വൃത്തികെട്ട പരിപാടിയാണ്. സംഭവം ഇത് കണ്ടിട്ട് ആൾക്ക് പൊളിഞ്ഞു. കാരണം ഇല്ലാത്ത പറയുമ്പോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയും. അതിപ്പോ തൊപ്പിന്നല്ല, ആത്മാഭിമാനമുള്ള ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് കേട്ട് കഴിഞ്ഞാൽ പൊളിയും, അല്ലാതെ വേറെ ഒന്നുമില്ല. ആള് സ്പോട്ടിൽ അഖിൽമാരാറിനെ വിളിച്ചു. ഫസ്റ്റ് വിളിച്ചു എടുത്തില്ല, രണ്ടാമത് വിളിച്ചു, കോള് കണക്ട് ചെയ്തിട്ട് ആള് സംസാരിക്കണം. നമുക്കൊന്ന് കേൾക്കാം. ഹലോ മാരാറാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ മിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീം പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത് എന്ത്? ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനിമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ബാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ ബാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? വീണ്ടും പറഞ്ഞത് ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതില് നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പൈസ വാങ്ങിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ PR ചെയ്തതെന്ന്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്.
അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. ഞാൻ ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്, ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ, നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. നിന്റെ തന്തക്ക് വിളിക്കുന്നത് നിന്നെ പറയണത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിച്ച് സംസാരിച്ചു. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞ ആ PR നീ എന്നിട്ട് ഉരുളെന്ന് അഖിലെ, നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഈ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അങ്ങനെ തന്നെ നിന്നോട് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്. അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ. അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച, അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനെ ഒന്ന് ആഡ് ചെയ്യും, വിനുവിനെ ഒന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ. നീയല്ലേ തെളിവ് നടത്തുന്ന ആള്, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെ വെച്ച് ഇതെല്ലാം നീ വിഷയത്തിന് തെറ്റുന്നാക്കില്ലേ? നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ. നീ എന്റെ ഭാഷ എടുത്തിടുന്നേ, നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. അഖിലെ, നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ? എല്ലാ മുത്തുമണിന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്ക് നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ. എടാ നീ പൈസ വാങ്ങിന്ന് വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവെടുത്തിട്ട്. ഇതിനൊരു തെളിവില്ലാണ്ട് നീ എങ്ങനെ പറയും? ജിൻഡോന്റെ PR-നുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ പറയണായിരുന്നു, അത് തിരുത്തി പറയണായിരുന്നു. ഓക്കെ, കേട്ടല്ലോ. ആള് പറഞ്ഞിരുന്നത് ആര് പറഞ്ഞു എന്നാണ്? വിനു. അതായത് വിനു ആരാ? നമ്മുടെ ORM, അനുവിൻ്റെ ORM ആയിട്ടുള്ള വിനു. ഓക്കെ, ആള് പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. വിനുവിൻ്റെ നമ്പറും ആളെ അയച്ചു കൊടുത്തു കേട്ടോ. വിനുവിൻ്റെ നമ്പർ ആള് അയച്ചു കൊടുത്ത് ഇനി വിനുവിനെ വിളിക്കാൻ പോകും. അല്ല വിനു ബ്രോ, തൊപ്പിയാണ്. അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ കൊല്ലം ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽമാരാന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത്, ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു, പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ?
കേട്ടല്ലോ. നമ്മള് പകരം ആ ജിൻജോന്റെ എക്സ്ക്ലൂസീവ് തൊപ്പിയുടെ ലൈവില് വന്നു. ആ തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? അഖില് പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. പൈസ വാങ്ങിയത് ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ. ഈ ഒന്നെങ്കിൽ ഞാൻ പറയാം, അഖിൽമാരാണ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽമാരാണ് എക്സ്പോസ്ഡ്, എല്ലാരും പറയുന്നുണ്ട്. പറഞ്ഞു കമന്റിൽ പറയുന്ന അച്ചായനായിരിക്കാം പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് കമന്റിൽ. ആരും പൈസ വാങ്ങിയിട്ടില്ല. അതായത് തൊപ്പി, അതായത് എനിക്ക് പരിചയം അച്ചായനായിരുന്നു. അച്ചായനോട് ആ സമയം ഉണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസണൊന്നും കാണില്ല, പക്ഷെ അച്ചായൻ എല്ലാ ദിവസവും കാണാം. അച്ചായന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. ആ സമയത്ത് അച്ചായൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോനെ എങ്ങനെ ജയിപ്പിക്കണോടാ, ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും. അങ്ങനെ അച്ചായന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നതും ജിൻഡോ ജയിക്കുന്നതും. അതിനുശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുന്നു. അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും. അന്നാണ് എല്ലാം നടക്കുന്നത്. ആ പെണ്ണിന്റെ ലാസ്റ്റ് എല്ലാരും കൂടി ആക്രമിക്കാൻ കണ്ടു. അപ്പൊ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ ആഴ്ച അനീഷിനെ ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും കൂടി, അതായത് എല്ലാരും കൂടി കണ്ട് ഇപ്പൊ മലയാളി ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ ഇത് മനസ്സിലായിട്ട് കാര്യമാണ്. ഈ 3 മിനിറ്റ് കൂടി വോട്ട് തീരാൻ 2 മിനിറ്റ് 2 മിനിറ്റോട് ഞാൻ പറഞ്ഞു തൊപ്പിയുടെ ലൈവ് കൊണ്ട് ചിലപ്പോ അനീഷ് ജയിക്കായിരിക്കും. എന്തായാലും ജയിക്കും. കാരണം ഇതെന്റെ ഈഗോ പ്രശ്നമാണ്. എന്റെ ഈഗോ അഖിൽമാരാറ് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ, ഞാൻ 10 പൈസ കൊണ്ട് ഫ്രീ ആയിട്ട് വെറും മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാൻ ഈ PR ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അത് തൊപ്പിക്ക് നാളെ മനസ്സിലാവും അത് റോങ് ആയിട്ട് തൊപ്പി ചെയ്തു. നാളെ തൊപ്പി റിഗ്രറ്റ് ചെയ്യും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങള് അനീഷിനെതിരാണോ? അല്ല, അത് ഇപ്പൊ പിന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളെ അഭിപ്രായത്തിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണത്? ഞാൻ സായി പറഞ്ഞ പോലെ തന്നെയാണ്. ആരെയും സപ്പോർട്ട് ചെയ്യണം, തൊപ്പിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാം. അതെ, എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ അതാണ് പറയണത്. അത് തൊപ്പിയുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും തൊപ്പിയുടെ ഇഷ്ടത്തിനെതിരോ തൊപ്പിയുടെ പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം അതങ്ങനെയാണ്. അല്ല, അതിന്റെ ക്ലിയർ ആയിട്ട് പറ. അത് നാളെ തൊപ്പി തന്നെ ഒരു ലൈവ് ചാറ്റിൽ വന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ശിവനെ ജയിപ്പിക്കണ്ടായിരുന്നു എന്ന് തൊപ്പി വന്ന് പറഞ്ഞിരിക്കും. അത് ഇപ്പൊ നിങ്ങൾ എങ്ങനെ പ്രൊഡിക്ട് ചെയ്യും? അതിന് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് പറ. അത് തൊപ്പിക്ക് പല പ്രാവശ്യം അങ്ങനത്തെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയാം. ഓക്കെ, ലൈഫിൽ പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതങ്ങനെ ചെയ്യൂന്ന് പറയാനുള്ള കാരണം, ഇതങ്ങനെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ഈ 1 മിനിറ്റിനുള്ളിൽ എല്ലാം തീരും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ അനിമോൾക്ക് ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ സപ്പോർട്ട് അല്ല, അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിങ് ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, അനിമോളുടെ ഫാമിലി അനുഭവിച്ച സൈബർ ബുള്ളിങ് ഒന്നും തൊപ്പിക്ക് ചിലപ്പോ കാണുന്നുണ്ടാവില്ല. അനിമോളുടെ ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വിനുബ്രോ ഇപ്പോഴും ഇങ്ങനത്തെ ഈ ബിഗ് ബോസിലെ PR വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആയിക്കോട്ടെ, നടക്കട്ടെ. അച്ഛനും തൊപ്പി ഒരുമിച്ച് ഒരു റൂമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട്, അതായത് നമ്മളെ ഫ്രണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യും. എന്തായാലും നമ്മൾ ചെയ്യുന്ന കൊലപാതകത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ടെററിസത്തിനോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിനോ ഒന്നും അല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരാൾ ഒരു ഷോയിലുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആള് സപ്പോർട്ട് ചെയ്തു. അതിന് ആളെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ പറയാനുള്ളത്? അങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഒരു പേയ്മെന്റ് വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം കേട്ട ആൾക്ക് പൊട്ടി. ആ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് ആളിത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ചായനായിട്ട് ഉണ്ടായിരുന്ന കണക്ഷൻ വെച്ചിട്ടായതുകൊണ്ടാണ് അച്ചായനായിട്ട് നമ്മുടെ കോൺഫറൻസ് കോൾ ഇട്ടത്. ആള് വൃത്തിക്ക് തന്നെ കാര്യം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് തൊട്ട് ഒരു 10 മിനിറ്റ്
ഗ്യാപ്പിനുള്ളിൽ 10 മിനിറ്റ് ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ അഖിൽമാരെ ഒരു തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പിന്. അതൊന്നും നമുക്ക് കണ്ടോക്കാട്ടോ. മാരാറ വിനു പറഞ്ഞത് കേട്ടല്ലോ, ലൈവ് കേട്ടല്ലോ. ഇനി നിങ്ങളോട് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ നിന്റെ ലൈവ് ഒന്നും കേട്ടില്ല. ഞാൻ വിനുവിനെ വിളിച്ച് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു നീയും അവനും തമ്മിലൊരു ബാർട്ടർ കരാറാണ് ഉണ്ടാക്കിയതെന്ന്. ബാർട്ടർ കരാറോ? നിങ്ങൾ എന്തൊരു നിങ്ങളെ ഈ വീടെടുത്ത് കടന്ന് ഉരുളുവല്ലേ നിങ്ങള്? എന്തൊരു കൺവിൻസിങ് ആക്കില്ല. ജിൻഡോ നിന്റെ ലൈവിൽ വന്നായിരുന്നു. ജിൻഡു എന്റെ ലൈവില് വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവില് വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ ചോദിച്ചത് 8 ലക്ഷം രൂപ കൊടുത്തെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവില് ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവില് വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും, മനസ്സിലായോ? അത് എന്റെ പേഴ്സണൽ കാര്യം. അഭിഷേകം പറഞ്ഞപ്പോ ഇപ്പൊ നിനക്കൊരു വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ വിനുവിനെ വിളിച്ചുകൂടായി. ഞാൻ പറഞ്ഞു വിനു നീയല്ലേ എന്നോട് പറഞ്ഞത് പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തെന്ന് വിനു പറഞ്ഞിട്ടില്ല മാറാറ. വിനു പൈസ ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ ഇതാ ലൈവില് എല്ലാരും കേട്ടല്ലോ അത്. ഇതൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ്. ഇതില് ഞാനില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കേക്കട്ടെ. സാമ്പത്തിക ഇടപാട് നടത്തുന്നത് നിയമപരമായിട്ടാണല്ലോ. അപ്പൊ എനിക്ക് നിനക്കെതിരെ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യടാ, നീ മൂവ് ചെയ്യ്. അതിനെന്ത് മൂവ് ചെയ്തിട്ട് നാളെ തന്നെ അല്ല അത്രക്ക് ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നീ എനിക്കെതിരെ ഒരു കേസ് കൊടുക്ക്. ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു നട്ട്. യാഥാർത്ഥ്യമല്ല, നീയാ തീരുമാനിക്കുന്നത്. എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു, ജിൻഡോന്റെ ലൈവിൽ കൊണ്ടുവരുന്നു. ഇത്രേ എനിക്കറിയൂ. ഞാൻ കൊടുത്തതല്ല, എന്റെ കമ്പനി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് നമ്മള് ലൈവിൽ ഓരോരാളെ കൊണ്ടുവരുമ്പോ പൈസ കൊടുക്കാറുണ്ട്. റോക്കിക്ക് അല്ല ആ സമയത്ത് ജിൻഡോ കൂടാണ്ട് വേറൊരാൾ വന്നിരുന്നു, റോക്കിക്ക് ഞാൻ പൈസ കൊടുത്തിരുന്നു. ഞാൻ ഓരോരോ ആൾക്കാരെ എന്റെ ലൈവില് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാ കൊണ്ടുവരില്ല. ആണ് ഞാനല്ല, എന്റെ കമ്പനി കൊടുത്തു. ഞാൻ അറിഞ്ഞ കാര്യം അതാണ്. എന്റെ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നു, എന്നോട് പറയുന്നു അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഓക്കെ, എന്റെ ലൈവിൽ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിന് കേട്ടല്ലോ. ഇങ്ങനെയാണ് കാര്യങ്ങള്. ഫസ്റ്റ് തന്തയ്ക്ക് വിളിച്ചല്ല, നീ നിന്റെ അച്ഛനോട് പറയുന്ന പോലെ നിന്റെ വാപ്പരോട് നീ വാപ്പരോട് സംസാരിക്കുന്ന പോലെ തന്നെ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അഖിൽമാരാറിങ്ങനെ ഓക്കെ, അവര് തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ തൊപ്പി വിളിച്ചിട്ട് തൊപ്പിയുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവനെ പറ്റി ഇല്ലാത്തത് കേൾക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ. ആ രീതിയിലാണ് തൊപ്പി പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞു പോയത് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് ഇല്ലാതെ നമ്മളത് പറഞ്ഞല്ലോ എന്നുള്ളത് തെറ്റിദ്ധരുത്തേണ്ടത് അഖിൽമാരാറുടെ കടമയാണ്. അഖിൽമാരാറിൻ്റെ അടുത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് സത്യമാവണമെന്നില്ലല്ലോ. എനിക്ക് വ്യക്തിപരമായി അറിയാം എന്ന് പറയുമ്പോൾ ആളത് കാണണം. അല്ല, ഒരാൾ വാക്കുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് വ്യക്തിപരമാവില്ല. ആൾക്കതിൻ്റെ അറിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആൾക്കത് വ്യക്തിപരമായിട്ട് അറിയൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കേട്ടറിവുണ്ട് എന്ന് ആൾക്ക് പറയാം. ഓക്കെ, ഇപ്പൊ വിനു പറഞ്ഞു എന്ന് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനുവിനെ ചോദിച്ചപ്പോ വിനു പറയുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിനു അതിൻ്റെ ഇടയിൽ കൂടെ PR ബുക്ക ആളെ പണി, പൈസ വാങ്ങണ പണി ചെയ്യണ്ടേ, ആ പരിപാടി നടക്കുന്നത്. PR എന്ന് പറയുമ്പോ എല്ലാവർക്കും ഉണ്ട് PR. പക്ഷെ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള PR അനുമോൾക്ക് തന്നെയാണുള്ളത്. അനുമോളുടെ പേജിലിട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദിലനൂറയുടെ സീനില് ആദിലനൂർ ആ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ടാണ് സീനില്. സംഭവം അവളുടെ മുഖത്ത് ചെറിയ കള്ള ലക്ഷണം ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അതുകൊണ്ട് അതായിരിക്കും എന്ന് പറയാൻ പറ്റുക?
അവള് പടച്ചോനാണ് എൻ്റെ ഉമ്മേനെ സത്യം എന്ന് പറഞ്ഞു. അതൊന്നും വിശ്വസിക്കണ്ട, സത്യങ്ങളൊന്നും വിശ്വസിക്കണ്ട. ഇത്രയും ക്യാമറ ഉള്ളത് അവൾക്ക് അവിടെ അറിയില്ലേ? അവളതങ്ങനെ കൊണ്ടുപോവാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൈ പിടിച്ച് കൊണ്ടുപോകും. എന്തൊക്കെ തരത്തിൽ അതിനെ ന്യായീകരിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. അനുമോളുടെ പേജിൽ വന്നു കേട്ടോ, നോക്കി നോക്ക്. ഈ അന്തംകമ്മി ഫാനിനെ കൊണ്ടിട്ടുള്ള പരിപാടിയാണ്. അന്തംകമ്മി PR കൊണ്ടിട്ടുള്ള ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതല്ല PR. ഇവര് ചെയ്യുന്ന ഈ പണി കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ആവുന്നത്. അല്ലാതെ ഒരിക്കലും അവരെ ഗെയിം കൊണ്ടല്ല. അനുമോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാചകത്തിന്റെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കും. ആരെങ്കിലും പറഞ്ഞ് നീ ഇതൊന്നും ഉണ്ടാക്കി താന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ ഇതുപോലെ കിച്ചണിൽ പോലും കയറാത്തൊരു പെൺകൊച്ചാണ്. വീട്ടിൽ പോലും എന്നെ കേട്ടറിയില്ല. ഞാൻ എങ്ങനെയൊക്കെ ഗസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കഴിച്ചിട്ടേ കുറ്റം പറയാൻ മാത്രം അറിയാം. കിച്ചണിൽ പോലും കയറാത്ത കുട്ടിയാട്ടോ എല്ലാം ഉണ്ടാക്കാന്ന് അറിയാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് പുറത്തെന്താ പറഞ്ഞിട്ടുള്ളത്, കുക്കറി ഷോസിനൊക്കെ പോയിട്ടുള്ളതൊക്കെ ഒന്ന് ഓർക്കണ്ടായിരുന്നു മോളെ. ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്, ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ റിയലായിട്ട് നിൽക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും റിയലാക്കി നിർത്തണ്ടേ? അതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണ്ടേ? അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇത്രയും സീനാവുന്നത്. പിന്നെ ശൈത്യനെ ആ ഇഷ്യൂ ഞാൻ ഇതിൽ പറയുന്നില്ല, എന്തിനാണ് വെറുതെ. പിന്നെ ഇവരെ കൂടെ നിൽക്കുന്നവരെന്നെ ഇപ്പൊ ഷിയാസ് കരീമിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കി. ഓണക്കാലം പോലും എനിക്കറിയാം അനുമോളുടെ അവസ്ഥ. ഈ അനുമോളെ പേഴ്സണൽ അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള എന്തോലും പറയാം. അവള് പോണേക്കാളും ഡ്രസ്സ് വാങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാകുന്നു. കാര്യം നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രസ്സ് നമുക്കൊരു ഷർട്ടും പാൻറ്റും മാറിയൊക്കെ ഇടാൻ പറ്റും. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അവർക്ക് ആ കളർ ടോണൊക്കെ പിടിച്ചൊക്കെ എന്തോടാ ആര് ഈ ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറയുമ്പോ അനുമോള് പോണതിന് ഒരുപാട് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനാഗ്രേഷൻ ഒരു പൈസ ഞാൻ പറയാം. ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാല് കാർ ലോൺ, ഹൗസ് ലോൺ ഇതടക്കണം. വീട്ടിലെ ചെലവ് അനുമോളെ നോക്കിണ്ടിരുന്ന അവളുടെ അച്ഛനും അമ്മേനെയും. അപ്പൊ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തിന് 1 കോടി രൂപ ഒന്നും കിട്ടില്ല. ഒരു 50,000 രൂപ, മാക്സിമം 20,000, 30,000, 40,000, 50 രൂപ, 1 ലക്ഷം രൂപ. അനുമോളൊരു മാസം ഒരു 5 or 10 ഉദ്ഘാടനം ചെയ്യണ്ടാവും. അത്രേ ഉള്ളൂ. 5 or 10 ഓക്കെ, 5 എടുത്തോ. ഒരു 50,000 വെച്ചിട്ട് 5 എന്ന് പറയുമ്പോ എത്രയായി? 2.5 ലക്ഷം രൂപയില്ലേ? ഒരു 30,000 വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാലും എത്രയായി? എന്തായാലും 1 ലക്ഷത്തിന് മുകളിൽ കയറിയില്ലേ? 1.5 എന്തിനാണ്? ഓക്കെ, ഹൗസിംഗ് ലോണ്, കാർ ലോണ്,
2 വീടുണ്ട് കുട്ടിക്ക്. അത് താഴത്തെ നില, വീടിന്റെ താഴത്തെ നില അച്ഛൻ പണിതാണ്. മോളിത്തെ ഒരു പോർഷൻ മാത്രമാണ് അവള് പണിത് കേട്ടോ. അത് അവളുടെ ഇന്റർവ്യൂ, അവളുടെ വീടിന്റെ ഇതിലേക്ക് മറ്റേ ലക്ഷ്മി നക്ഷത്ര അവൾ പോണ സമയത്ത് അതിൽ പറയുന്നുണ്ട് മോളിത്തെ ഫ്ലോർ, അതായത് 2 റൂമും ഒരു ഹാളും കൂടിയിട്ടുള്ള സെക്ഷൻ, അത് അവളാ ചെയ്തേക്കുന്നത്. ഹൗസിംഗ് ലോൺ ഉണ്ട്, വീട്ടിലെ ചെലവുകൾ അവളാണ് നോക്കുന്നത്. കാറിന്റെ ലോൺ ഉണ്ട്. കാറ് കണ്ടില്ലേ, ഭയങ്കര മൈലേജ് ഉള്ള കാറാട്ടോ, കണ്ടായിരുന്നല്ലോ. അത്രയും ബസ്സിലും ലോറിയിലും ലിഫ്റ്റ് അടിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ അത്രയും മൈലേജ് കുറഞ്ഞ വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു സംഭവം വാങ്ങുന്ന സമയത്ത് എത്രയും ആലോചിച്ച് തീരുമാനിച്ച് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെയല്ലേ വാങ്ങാം. എത്രയോ അടിപൊളി കാറുകളുണ്ട് മൈലേജ് ഉള്ളത്, നോക്കായിരുന്നില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ പാഷനാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ പറ്റി പറയേണ്ടി വരുന്നത് ഇങ്ങനത്തെ ഒരു തള്ളു കേൾക്കുമ്പോ വേണം. അല്ലാണ്ട് അവള് നല്ലൊരു വീട് വെച്ചേനോ നല്ലൊരു കാറ് വാങ്ങിയേനോ ആരും ഒന്നും പറയില്ല. ഒരു കാറ് പോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാരല്ല, കാറ് പോലും ഇല്ലാത്ത ആൾക്കാര് ബിഗ് ബോസിലില്ലേ, വന്നില്ലേ? വീട് സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, പക്ഷെ എന്നാലും അത്രയും അവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാര് വന്നിട്ടില്ലേ? അതിലൊരു വീടുണ്ടോ? ഫ്ലാറ്റില് നിൽക്കല്ലേ? കാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഈ മനം പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നുണകൾ കേൾക്കുമ്പോഴാണ്. അല്ലാതെ നമുക്ക് അവരുടെ അടുത്തും പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല. ബിഗ് ബോസിലുള്ള ആരടുത്തും ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ല. ഈ PR-കള് ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് പറയുമ്പോ അവിടുന്ന് 2 ഇങ്ങോട്ട് പറയും. അത് ആലോചിക്കണം. അങ്ങോട്ട് പറയുമ്പോ മാത്രം കേട്ടോണ്ടിരിക്കല്ല എല്ലാവരും ചെയ്യുക. PR മാത്രല്ല കേട്ടോ, ഇത് കണ്ടിട്ട് ഇപ്പൊ എനിക്കൊരു തോട്ട് ഉണ്ട്, അതുപോലെ നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടാവും. അങ്ങനെ പലർക്കും പല തോട്ട്സ് ഉണ്ടാവും. അത് കണ്ട് അഭിപ്രായം പറയുന്നവര് ഒരുപാട് പേരുണ്ടാവും. അനുമോള് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ഒരു ഗതികെട്ട അവസ്ഥ. അവൾക്ക് ഇനോഗ്രേഷനൊക്കെ കിട്ടായിരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരുപാട് ക്യൂട്ട്നെസ് ഇട്ട് വാരി വിതറി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആളാണ് ഈ അനുമോള്. പക്ഷെ ഈ ഒരു കപ്പ് കിട്ടിയിട്ട് അവൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യൂട്ട്നെസ്സും അവൾ എന്ത് വാരി വിതറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരാളും എടുക്കാൻ പോകുന്നില്ല. അത്ര നെഗറ്റീവ് തന്നെയാണ് അവൾക്ക് കിട്ടിയിരുന്നത്. എന്തായാലും എനിക്കിഷ്ടമില്ല. എനിക്ക് ഈ ഒരു ക്യാരക്ടർ ബേസിൽ എനിക്ക് എന്തായാലും പറ്റിയിട്ടില്ല. ആള് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, ആള് കുറെ സർവൈവ് ചെയ്തിട്ടുണ്ട്, ലൈഫിൽ കുറെ സർവൈവ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം കൊണ്ടും നമുക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ കണ്ണിൽ നമ്മൾ ലൈവായിട്ട് കണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആ പെർസ്പെക്റ്റീവാണത്, നമ്മൾ കാണുന്ന രീതിയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡീഷനല്ല, എന്തായാലും ഇപ്പോൾ ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നെവിൻ 5-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത് അക്ബർ ഔട്ടായി, 3-ാം സ്ഥാനത്ത് ഷാനവാസ് ഔട്ടായി. ഇനി 1-ഉം 2-ഉം അനുവും മറ്റേ ആളുള്ളൂ എന്നൊക്കെ പറയാൻ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ
ജെനുവിനിറ്റി ഒന്നും അറിയില്ല. എന്തായാലും പി ആർ കൊണ്ടുപോകാതിരിക്കട്ടെ കപ്പ്, അത്രേ ഉള്ളൂ. ഏറ്റവും വേഴ്സ് സിറ്റുവേഷൻ ആട്ടോ, വേഴ്സ് സീസണാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പി ആറിൻ്റെ ഇത്രയും നാറിയ കളി കണ്ടിട്ടുള്ള വേഴ്സ്റ്റായിട്ട്, അത്രയും വേഴ്സ്റ്റായിട്ടുള്ള സീസൺ തന്നെയാണത്. അപ്പം അത്രേ ഉള്ളൂ. ആരെ വിന്നറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒരു വരെ വരും.